അപ്പോൾ നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഷിജുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് എല്ലാവരും ചേർന്ന് ചെറുതായിട്ട് കേക്ക് കട്ടിങ്ങും ആഘോഷങ്ങളും ആരംഭിക്കാമെന്ന് വെച്ചു. കിട്ടി ഊരിട്ടിട്ട് ഇനി വേണ്ട, അത് മൈമെന്ന് വെച്ചാ കാണാ. ഓക്കെ, Every day is the best day to change. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് നമ്മളൊരു ചെറിയൊരു ഔട്ടിങ് പോകുന്ന വെച്ചു. അപ്പോൾ നമ്മുടെ കൂടെ വേറെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട്, അത് പരിചയപ്പെട്ടു. ഒന്ന് നമ്മുടെ കിരണാണ് കേട്ടോ, കിരണും സുനിമോനും. അങ്ങനെ ഞാനും ഷിജുവിൻ്റെ അമ്മുവും പാറും കൂടി ഞങ്ങൾ നേരെ അമ്പാടിയെ വിളിച്ചില്ലായിരുന്നു. അമ്പാടിക്ക് കുറച്ച് വേറെ ക്ലാസ് ഉള്ളതുകൊണ്ട് അമ്പാടി ഇല്ലാതെ ഞങ്ങൾ നേരെ ലൈറ്റ് ഹൗസ്, വൈപ്പിൻ ലൈറ്റ് ഹൗസ് ആട്ടോ അത്. അപ്പം ഇവിടെ എറണാകുളത്ത് വരുവാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. അത് തൊട്ടടുത്ത് പുതുവൈപ്പ് ബീച്ചുണ്ട്. ആദ്യം നമുക്ക് ഈ ലൈറ്റ് ഹൗസിൽ ഒരു ചെറിയ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റുന്നതായിരിക്കും. മുകളിൽ കയറി ചെയ്യുമ്പോഴാണ് അതിൻ്റെ നല്ല വ്യൂ, യഥാർത്ഥ വ്യൂ. പോകാം വീഡിയോയിലേക്ക്. ആ താഴെ കാണുന്നതാണ് പുതുവൈപ്പ് ബീച്ച്. നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ടോപ്പിലുള്ള വ്യൂ ആണിത്. പക്ഷേ വളരെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. എന്നാൽ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ശരിക്കും പാറുവിന് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഷിജു എല്ലാം വിശദീകരിച്ച് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വല്ല താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. എല്ലാവരും ഇത് ക്യാമറ കൂടെ പാസ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ 1 2 ബൈ. താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുട്ടികളുടെ ചെറിയൊരു കളിസ്ഥലം, അതുപോലെ നടക്കാൻ പറ്റിയൊരു സംഭവം, വാക്ക് വേ ഒക്കെ ഉണ്ട്. അപ്പം കുട്ടികളായിട്ട് വരുന്നവർക്ക് ഫാമിലി ആയിട്ടൊക്കെ അവിടെ ചില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പൂ തരാമോ? പുതിയ കണ്ടന്റുകളുമായി വീണ്ടും വരുന്നവരെ ബൈ. അങ്ങനെ നമ്മൾ നേരെ
നല്ലൊരു ചായ അടിക്കാമെന്ന് വെച്ച് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല മുളക് ബജി, ചായ, പരിപ്പോടൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് നടക്കാം. അതാ കാണു ബീച്ച്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് പട്ടം പറത്തുന്നുണ്ട്. പട്ടം നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് ബീച്ചിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കുട്ടിയുടെ ഉത്തരവാദിത്വം സുനുമോൻ ഏറ്റെടുത്തു. കാരണം പാറുവിന് കടൽ കാണിക്കാനും കടലിൽ ഇറക്കാനൊക്കെ സുനുമോൻ പാർക്കുട്ടിയുടെ കൈയും പിടിച്ച് നേരെ കടലിലേക്ക് പോവാണ്. തൊട്ട് കുറേ ക്യാമറയൊക്കെ ആയിട്ട് ഞാൻ തന്നെ കൂടെ ഉണ്ട്. അപ്പോൾ പാറുവിൻ്റെ അടുത്ത് തന്നെ ഞാനും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പാറു പറയുന്നു തിര വരുന്നു, അകത്തേക്ക് പോവാം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഓക്കെ. പിന്നെ നമ്മൾ എല്ലാവരും കൂടി തിരയിലൊക്കെ കളിച്ച്, വേറെ ഫാമിലി ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു അവിടെ. Paro! Yes! അങ്ങനെ നമ്മളെ ബർത്ത്ഡേ അടിപൊളിയാക്കി. എന്തായാലും നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഉള്ളവരെല്ലാവരും കൂടി വളരെ ഹാപ്പി ആയിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ ബീച്ചിലൊക്കെ പോയി അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. കാരണം നമ്മൾ പണ്ടൊക്കെ ബീച്ചിൽ നമ്മൾ കടലമ്മ കള്ളിയിൽ നിന്ന് എഴുതുമ്പോൾ തന്നെ തിര വന്നതങ്ങ് മായ്ച്ചു കളയും എന്ന് പറഞ്ഞ പോലെ നമ്മളും അവിടെയൊക്കെ കുറച്ച് നമ്മുടേതായ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ നടത്തി അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതോടൊപ്പം തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നവരെ നമുക്ക് കാണാം. ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ തിരുത്താൻ വേണ്ടി അഭിപ്രായം പറയുക കേട്ടോ. താങ്ക് യു. ബൈ.